നമസ്കാരം. ഇന്നലെ ഞാൻ മാഹിന്റെ ലൈവ് കണ്ടിരുന്നു. മാഹിൻ, നമ്മുടെ ചിക്കൻ നൊമാഡ് മാഹിൻ ഇപ്പോ ആമസോൺ നദികളിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇപ്പോ അതിനുശേഷം ഇന്നലെ ലൈവ് ചെയ്ത മാഹിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റുകൾ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങളുടെ മനോനില, എല്ലാവരും അല്ല, കുറെ ആൾക്കാരുടെ മനോനില എത്രത്തോളം ദുഷിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അപകടകരമായ വിധത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഞാനത് പറയാൻ കാരണം, വളരെ വർഗീയ വിഷം തുളുമ്പുന്ന, അല്ലെങ്കിൽ എന്താണ് താൻ പറയുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത, താൻ പറയുന്നത് ഈ സമൂഹത്തിലെ മറ്റു പലരും കാണുന്നുണ്ട് എന്ന് പോലും ബോധമില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആന്റി സോഷ്യൽസ് ആയിട്ടുള്ള, കുടുംബത്തിനും അതുപോലെ സമൂഹത്തിനും ഉപകാരമല്ലാത്ത ഒരു വിഭാഗം. അല്ലെങ്കിൽ ഒരു പക്ഷെ അവർ പകൽമാന്യന്മാരായിരിക്കാം. ഇവിടെ ഒന്നിങ്ങനെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പോസ്റ്റ് താഴെ ഒന്ന് തെറി വിളിക്കുക, അവരെ അപമാനിക്കുക, അതിലൊക്കെ ഹരം കണ്ടെത്തുന്ന മനോരോഗികളുമായിരിക്കാം. ഏതായാലും അത്തരത്തിലുള്ള മനോരോഗികൾ ഇപ്പോ വളരെ അധികം കൂടുതലുണ്ട് എന്നത് വളരെ വളരെ വിഷമപ്പെടുത്തുന്ന കാര്യമാണ്. പല വീഡിയോകളുടെയും താഴെ വരുന്ന കമന്റുകൾ അത്ര ഭീകരമാണ്. ഈ മാഹിന്റെ കാര്യം തന്നെ പറയണമെങ്കിൽ, മാഹിൻ അഫ്ഗാനിസ്ഥാനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപൂർവം ആൾക്കാരെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ അവിടെ. കാര്യം വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ. അങ്ങനെ ആരും ട്രാവലിന് പോകാറില്ല, യൂട്യൂബേഴ്സ് പോയി വീഡിയോ ചെയ്യാറില്ല, അങ്ങനൊന്നും ചെയ്യാറില്ല. ഏതായാലും അവിടെ ചെന്നപ്പോ അയാൾക്ക് നല്ല ഇടി, താലിബാന്റെ നല്ല ഇടി കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. ചാരനാണെന്ന് കരുതിയിട്ടായിരിക്കണം, ഏതായാലും പിടിച്ച് നല്ല ഇടി കൊടുത്ത് അയാളെ ജയിലിലൊക്കെ അടച്ചിട്ടുണ്ട്. അയാൾ അത്തരത്തിൽ വളരെ സാഹസികമായി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് മറ്റാരും കടന്നു ചെല്ലാത്ത മേഖലയിലൂടെ പോയി അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മളോട് പറഞ്ഞുതരും. അയാൾ പറഞ്ഞുതരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അയാളുടെ യാത്ര എന്ന് പറഞ്ഞാൽ അയാളുടെ ചാനലിലൂടെ എല്ലാം പറഞ്ഞു തരണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അങ്ങനെ പറയണമെന്നൊരു വാശിയുള്ള ഒരാളല്ല. അതായത് മറ്റുള്ളവരെ പോലെ കാണുന്നതെല്ലാം കണ്ടന്റാക്കി തരുന്ന ഒരാളല്ല. പറയേണ്ടാത്ത അയാളുടെ സ്വകാര്യതകളും മറ്റുള്ളവരുടെ സ്വകാര്യതകളും ഒക്കെ മറച്ചു പിടിച്ച് തന്നെയാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. പിന്നെ യാത്രകളിൽ തനിക്ക് റവന്യൂ ആവശ്യമുള്ളത് കൊണ്ട്, ഇപ്പോ വളരെ നല്ല യാത്രയാണ് അദ്ദേഹം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ റവന്യൂ ആവശ്യമുള്ളത് കൊണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ അറിയുന്നു മാത്രം. അതാകട്ടെ നമുക്കൊരു വലിയ അറിവാണ്, വലിയൊരു തിരിച്ചറിവാണ്. മറ്റ് സാധാരണ ഒരു യൂട്യൂബർമാരോ അല്ലെങ്കിൽ ട്രാവലേഴ്സോ പോകുന്ന മാർഗത്തിലൂടെ അല്ല ഇയാൾ യാത്ര ചെയ്യുന്നത് എന്നതുകൊണ്ട് നമ്മൾ അറിയുന്ന ചരിത്രത്തിന്റെ, കാണുന്ന കഥകളുടെ ഒരു മറുവശം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയത്. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടുത്തെ കുറെ ആൾക്കാർക്ക് കുരുപൊട്ടും. അതായത് ഇവിടുത്തെ സംഘി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, വീണ്ടും എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലെ ഒന്ന് പറയാം, സംഘപരിവാർ, RSS, BJP വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി വോട്ട് കൊടുക്കുകയും എന്നാൽ അവരുടെ മതേതര പ്രവർത്തികൾക്ക് വിഘാതമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആന്റി സോഷ്യൽസ്. വോട്ട് ബാങ്ക് ആയതുകൊണ്ട് അവർക്കൊന്നും പ്രതികരിക്കാൻ നിവൃത്തിയില്ല. അവർ മതേതരമായിട്ട് ജനാധിപത്യപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് കൊണ്ട് സംഘി എന്നുള്ള വിളി കേൾക്കുന്നു. ഇതാണ് സംഘി എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ, കമ്മിയായാലും കൊങ്ങിയായാലും ചൂടായ്പയിലും ഒക്കെ അങ്ങനെ തന്നെ ഞാൻ വിവക്ഷിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കുറെ കുരുപൊട്ടുന്ന കുറെ ആൾക്കാർ അഫ്ഗാനിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ കുരുപൊട്ടുന്നു. സത്യത്തിൽ അഫ്ഗാൻ എന്ന് പറയുന്നത് ഇന്ത്യയോട് ഏറ്റവും അധികം ഇഷ്ടമുള്ള, സ്നേഹമുള്ള ഒരു രാജ്യമാണ്. ഒരു ഇന്ത്യൻ പൗരനാണ് എന്നവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അവരെ തകർക്കാൻ ചെന്ന ചാരന്മാരല്ല എന്നൊക്കെ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന ഒരു വിഭാഗമാണ് എന്നാണ് അവിടെ യാസീൻ അടക്കമുള്ള പലരും ട്രാവൽ ചെയ്തിരുന്നത് നമുക്ക് മനസ്സിലാകുന്നു, നമുക്ക് കാണിച്ചു തന്നവർ. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യക്കാരോട് ഇഷ്ടമാണ്, ഇന്ത്യക്കാരോട് വളരെ സ്നേഹമാണ്, ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം പാകിസ്ഥാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. പാകിസ്ഥാന്റെ ഭീകരവാദമോ അല്ലെങ്കിൽ അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമമോ ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ ഉള്ളിൽ ആഭ്യന്തരമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മൾ കയറി തലയിടേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ മറ്റുള്ളവരുടെ അവിടെ നിന്ന് നമ്മൾ ഇഷ്ടപ്പെടില്ലല്ലോ. അതുപോലെ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ പെണ്ണുങ്ങളെ തട്ടമിടണോ, ബുർക്കിടണോ, അവർക്ക് സ്വാതന്ത്ര്യം വേണോ വേണ്ടെന്ന് അവർ തീരുമാനിച്ചോട്ടെ. അവിടുത്തെ സ്ത്രീകൾക്ക് അതൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നതാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. പക്ഷെ നമ്മളോട് അവരെങ്ങനെയാണ് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ആ അർത്ഥത്തിൽ അവിടുത്തെ ഒരു കഥയും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന കൂട്ടത്തിൽ മാഹിനുമുണ്ട്. അയാളുടെ മോശം അനുഭവം അയാൾ പറഞ്ഞു, അതുപോലെ നല്ല അനുഭവങ്ങളും അയാൾ പറഞ്ഞു. നമുക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു ആ അറിവുകൾ എന്ന് പറയുന്നത്. അതുപോലെയാണ് സുഡാനിൽ അദ്ദേഹം യാത്ര ചെയ്ത സമയത്ത്, നമുക്കറിയാമല്ലോ സുഡാനിലെ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അതിന്റെ ഉള്ളിലായിപ്പോയി മൂപ്പര്. അന്ന് CNN, BBC, നമ്മുടെ ഇവിടുത്തെ 24 അടക്കമുള്ള മുഴുവൻ ചാനലുകൾ
മാഹിന്റെ റിപ്പോർട്ടാണ്. മാഹിനാണ് അവിടെ നിന്നുകൊണ്ട് ലൈവായിട്ട് എല്ലാ ചാനലുകളും സംസാരിച്ചിരുന്നത്, വാർത്തകൾ പറഞ്ഞിരുന്നത്. കാരണം ഒരൊറ്റ പത്രക്കാർ അതിന്റെ ഉള്ളിലില്ലായിരുന്നു. ആകെ ഉള്ളതൊരു മാഹിൻ മാത്രം. ഉള്ള ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെങ്കിലുമൊക്കെ അദ്ദേഹം അത് പുറത്തെത്തിക്കുകയും ചെയ്തു. അതൊക്കെ ഒരു സാഹസികമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. കാരണം അദ്ദേഹം ആ വാർത്തകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും തൊട്ടടുത്ത് പലതും വീണ് പൊട്ടുകയും അതേ ബിൽഡിങ്ങിൽ തന്നെ പലരും മരിച്ചു വീഴുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അപകടം നിറഞ്ഞ പല മേഖലയിലൂടെയും അയാൾ കടന്നു പോകുന്നുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ എൻജോയ് ചെയ്യണം. ട്രാവൽ അതിന്റെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും അതിന്റെ ബാക്കിയുള്ള പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്ത് ചെയ്യണം എന്നുള്ളൊരു പക്ഷക്കാരനാണ്. അല്ലാതെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് അതിന്റെ സുഖത്തിന്റെ മേഖലയിലൂടെ മാത്രം പോയിട്ട് ഞാൻ ഇന്ന രാജ്യങ്ങളിൽ പോയി എന്ന് പറയുന്ന ഒരാളല്ല മാഹിൻ. ആ അർത്ഥത്തിൽ അയാൾ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, വലിയൊരു വിഭാഗം ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് മാഹിൻ ആയതുകൊണ്ട്, മാഹിൻ എന്നൊന്നൊരു മുസ്ലിം പേരുകാരനായതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ വിഭാഗക്കാർ അതിന്റെ താഴെ വന്ന് വളരെ മോശമായി കമന്റ് ഇടുന്നതും പ്രവർത്തിക്കുന്നത് കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ഒരു ചേച്ചിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ അവസാനം ആ ചേച്ചി കരയുന്ന ഒരു കരച്ചിലുണ്ട്. അത് അവരുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടായ ഒരു വിഷമമാണ്, അല്ലാതെ ഇസ്രായേലിലെ യുദ്ധവുമായിട്ടുള്ള ഒരു വിഷയമല്ല. പക്ഷെ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൊട്ടുകൾക്ക് അതേ നാണയത്തിലൊരു മറുപടി കൊടുക്കണം എന്നതുകൊണ്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ശകലം കൂടി ആ പ്രതിഷേധ വീഡിയോന്റെ ഉള്ളിൽ ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. സത്യത്തിൽ ആ വീഡിയോ അവരുടെ സ്വന്തം കാര്യങ്ങളിൽ പെട്ടതാണ്, പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള മറ്റു കാര്യങ്ങൾ പറയുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ അത് ശരിയാണ് താനും. ക്രിസ്ത്യാനികളായാലും അല്ലെങ്കിൽ മുസ്ലിങ്ങളായാലും ആരെക്കുറിച്ചും അവർ സംസാരിക്കുമ്പോൾ വളരെ മോശമായിട്ട് ഒരാൾ പോലും സംസാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പച്ചയ്ക്ക് അറപ്പളം ഉളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അവർ സംസാരിക്കുമ്പോൾ അതിലൊന്നിൽ മാഹീനും ഉൾപ്പെട്ടിരുന്നു. ഒരിക്കൽ മാഹീൻ ഇസ്രായേലിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ ഈ ചേച്ചി മാഹീനെ തെറിവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണ്ടായി. മാഹീനെ ജെറുസലേമിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ടാൽ കരണം അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. അതിന് മാഹീൻ അവിടെ നിന്നുകൊണ്ട് ലൈവ് ചെയ്തിരുന്നു, ചേച്ചി ഞാൻ ഇവിടെ ഉണ്ട്, 2-3 മണിക്കൂർ ഞാൻ ഇനിയും ഇവിടെ ഉണ്ടാകും, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കുന്നെങ്കിൽ ഒന്ന് അടിച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് ചലഞ്ച് ചെയ്തുകൊണ്ട് ആ വീഡിയോ ആ കാലത്ത് വളരെയധികം ചർച്ചയായ ഒരു വീഡിയോ ആണ്. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമാണ്. ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്ത് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരൂ, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എന്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്നാൽ ഇസ്രായേലിലെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും അവിടെ നിന്ന് അയാൾ പ്രക്ഷേപണം നടത്തിയിരുന്നില്ല, അയാൾ ചാനലിൽ കൊടുത്തിരുന്നില്ല. ഇസ്രായേലിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷമാണ് ആ വിവരങ്ങളൊക്കെ പുറത്ത് തന്നിരുന്നത്. കാരണം അവർക്ക് ചില നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹം പുറത്തേക്ക് വിടുന്ന വീഡിയോകളിൽ ഒരു പക്ഷേ ഇസ്രായേൽ സർക്കാർ, അവിടുത്തെ ഭരണകൂടം പുറത്തേക്ക് വിടാൻ പാടില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ അബദ്ധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു ജീവിതത്തിന് തടസ്സമാകും എന്നതുകൊണ്ട് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നതിന് ശേഷമാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. എന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശമൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ മറ്റൊരു യാത്രയാണ് കഴിഞ്ഞ ദിവസം ആമസോൺ കാടുകളിലേക്ക് നടത്തിയത്. ആമസോൺ കാടുകളിലേക്ക് നടത്തുന്ന സമയത്ത് തന്നെ മാഹിന്റെ വാട്സപ്പിലേക്ക് ഞാൻ ചില സന്ദേശങ്ങൾ അയക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഓൺലൈൻ അല്ലായിരുന്നു. കാരണം നമുക്ക് ഈ വീഡിയോകൾ കിട്ടുന്നത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞൊക്കെയാണ് കിട്ടുന്നത്. ആ സമയത്തേക്ക് ഒരുപക്ഷെ മറ്റ് പല സംഭവങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. മാഹിൻ ആമസോൺ നദിയിലൂടെ ട്രാവൽ ചെയ്യുന്നു, ചങ്ങാടത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നു എന്ന് വന്നപ്പോൾ തന്നെ അപകടം ഞാൻ മണത്തു. അദ്ദേഹമായിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടാൻ നിരന്തരം ഞാൻ ശ്രമിച്ചു. പക്ഷെ ഓഫ്ലൈൻ ആയിരുന്നു, സിംഗിൾ ടിക്ക് മാത്രമാണ് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ മറുപടി പറയണം, അത്യാവശ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടും അത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഈ സമയം വരെ അത് കണ്ടിട്ടുമില്ല. ഓഫ്ലൈൻ ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ടുണ്ടെങ്കിലും അത് മറ്റേതൊക്കെയോ വിധത്തിൽ എങ്ങനെയൊക്കെയോ വരാൻ കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ചങ്ങാടം ആമസോൺ നദിയിൽ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ നിന്ന് അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ജീവനോടെ വന്നു. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം ലൈവ് പങ്കുവച്ചപ്പോഴാണ് അതിന്റെ താഴെയും വന്ന് തെറികൾ വിളിക്കുന്നത്, തള്ള്, അത് ഇത് മറ്റത് മറിച്ചത്, അനാചേന എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആലോചിക്കുന്നത് അത്തരത്തിലുള്ള മനോരോഗികളുടെ എണ്ണം ഇവിടെ കൂടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്തിന് ആപത്താണ്, അവരുടെ കുടുംബത്തിനും ആപത്താണ്. രണ്ടും ആപത്താണ്. ഒരു വശത്ത് മാഹീൻ എന്നൊരു പേര് കേൾക്കുമ്പോൾ ഒരു കുരുപൊട്ടല്, മറുഭാഗത്ത് ഈ പറയുന്ന ഇതുപോലുള്ള ആൾക്കാർ
അവർ യഥേഷ്ടം സഞ്ചരിക്കുന്നതിനുള്ള അസൂയ, കുശുമ്പ്, അതിൽ നിന്ന് അവരെ എങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് നിർവൃതി അടയാം എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം. അങ്ങനെയുണ്ട്. വലിയൊരു വിഭാഗമാണ്, ചെറിയ വിഭാഗമല്ല. അത് അതിന്റെ താഴെ കമന്റുകൾ ലൈവിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുമ്പോൾ, അത് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ക്യാമറ നഷ്ടപ്പെട്ടു, ഗോപ്രോ നഷ്ടപ്പെട്ടു, മൊബൈൽ നഷ്ടപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ കളവാണ്, തള്ളിവിടലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ആൾക്കാര് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? കടന്നു പോയിട്ടില്ല. അയാൾ പറയുന്നത് അയാളുടെ അനുഭവമാണ്. ആമസോൺ വനത്തിലൂടെ ആ നദിയിൽ അയാൾ സഞ്ചരിക്കാൻ പോകുന്നു, ചങ്ങാടത്തിൽ സഞ്ചരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ മാഹിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പയ്യനാ. ഒരു 10, 20, 22, 23, 24, പരമാവധി പോയി 25 വയസ്സേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പ്രായമൊന്നുമില്ല. അയാൾക്ക് യാത്ര ചെയ്ത് പരിചയമുണ്ടാവും, പക്ഷെ മറ്റു പല കാര്യങ്ങളും ചിലപ്പോൾ പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. നദികളെ സംബന്ധിച്ചിടത്തോളം നിഗൂഢതകൾ പലതും ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഈ നദി എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നദിയുടെ മുകളിൽ നമ്മൾ കാണുന്ന ഒഴുക്കല്ല, നദിയുടെ അടിയിൽ എന്നതാണ്. പ്രത്യേകിച്ച് ആമസോൺ റിവറിലൊക്കെ അതിശക്തമായ അടിയൊഴുക്കുണ്ടാവും. മാഹിൻ ആമസോൺ നദിയിലൂടെ ഏകദേശം 3-4 ദിവസം നീണ്ടുനിന്ന ഒരു ബോട്ട് യാത്ര നടത്തിയപ്പോ അയാൾ ഒരു സ്വയം ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ബോട്ടുകൾ നദിയുടെ ഓരം ചേർന്നാണ് പോകുന്നത് എന്ന്. ഇതാണ് അതിന്റെ കാരണം. 2 കാരണമാണ്. ഒന്ന്, അടിയൊഴുക്ക് എന്ന് പറയുന്നത് വലിയ ഒഴുക്കാണ്. ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബോട്ടിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, അപകടത്തിൽപ്പെടും, ആളപായം ഉണ്ടാവും. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത്, ആമസോൺ നദി എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിലൂടെ, ലോകത്തെ ഏറ്റവും വലിയ വനത്തിനുള്ളിലൂടെ ഒഴുകി വരുന്ന നദിയാണ്. വൻ വൃക്ഷങ്ങൾ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രത്തോളം വലിപ്പമുള്ള വൻ വടവൃക്ഷങ്ങൾ ഒലിച്ചിറങ്ങി പിഴുതിറങ്ങി ഇതിന്റെ ഉള്ളിലൂടെ ആമസോൺ ആ നദിയിലൂടെ വരുന്നുണ്ടാവും. അതൊക്കെ സെൻട്രലിലൂടെ അതിവേഗത്തിൽ വരുമ്പോൾ ഒരു ചങ്ങാടമായാലും ബോട്ടായാലും ഈ പറയുന്ന മരക്കുറ്റിമേൽ അല്ലെങ്കിൽ ആ മരത്തിൽ ചെന്ന് ഇടിച്ച് തകർന്ന് ജീവാപായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് മാഹിന് സംഭവിച്ചത്. ഇത് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നും ചങ്ങാടം യാത്ര ഒരു കാരണവശാലും സുരക്ഷിതമല്ല എന്നും നദിയുടെ ഏകദേശം വശത്തുകൂടി സഞ്ചരിക്കാൻ കഴിയുന്ന മറ്റേത് സൗകര്യവും, ഇനി ഒരു വള്ളം എടുത്തോട്ടെ, കൈകൊണ്ട് തുഴഞ്ഞോട്ടെ, എന്നാലും വിഷയമല്ല, ഒരു മോട്ടോർ സംവിധാനം കൂടി അതിനകത്ത് വെച്ചിരുന്നാൽ മതി. ഒരു പക്ഷേ നദിയുടെ സെന്ററിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരികെ തീരത്തേക്ക് വരാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. അതിന് തുഴഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ആ വള്ളമോ അല്ലെങ്കിൽ ബോട്ടോ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ സഞ്ചരിക്കാം. എന്നാൽ ഈ ചങ്ങാടം എന്ന് പറയുന്നത് ഒരിക്കലും അത്തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് വളരെ പെട്ടെന്ന് നമുക്ക് ദിശ തിരിച്ചു വിടാൻ കഴിയില്ല. ഒഴുക്കിനനുസരിച്ചിട്ട് വിടുക, അല്ലാതെ വേറെ മാർഗമില്ല ചില സന്ദർഭങ്ങളിലൊക്കെ. അങ്ങനെ പോകുമ്പോൾ ഈ നദിയിൽ അടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലൂടെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്ന തടഞ്ഞു കിടക്കുന്ന വലിയ വൻമരങ്ങൾ, ആ മരങ്ങളുടെ ശിഖരങ്ങൾ, മുകളിലൊരു ചെറിയ ശിഖരമേ ഉണ്ടാവുള്ളൂ, അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും. ആ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ മാഹീനുമായി ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ദിവസങ്ങളായി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പക്ഷെ ആ സമയത്തേക്കും അദ്ദേഹം അത്തരത്തിൽ നമ്മൾ പേടിച്ചിരുന്ന പോലെ ഒരു അപകടത്തിൽ പെട്ടുപോയെന്നും, എന്നാൽ തലനാരിടയ്ക്ക് തന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു, പാസ്പോർട്ടൊക്കെ കേടുവന്നു, പക്ഷെ എങ്കിലും അതൊക്കെ അതിൽ നിന്നൊക്കെ അതിജീവിച്ചു വന്നു എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. അങ്ങനെ പെട്ടുപോയി എന്നറിഞ്ഞപ്പോ ഒരു ആശങ്കയും മറ്റു കാര്യങ്ങളും ഉണ്ടാകുകയും ചെയ്തു. കുറെ ദിവസം ഓഫ്ലൈൻ ആയിരുന്നപ്പോൾ സത്യത്തിൽ അപകടത്തിൽപ്പെട്ടൊന്നും ഞാൻ കരുതിയില്ല. കാരണം ആമസോൺ വനാന്തരങ്ങളിലൂടെ അതിന്റെ ഉള്ളിലൂടെ വരുമ്പോൾ ദിവസങ്ങളോളം ചിലപ്പോ പരിധി റേഞ്ച് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം വനമാണല്ലോ. പിന്നെ ആമസോൺ വനത്തിലുള്ള ആ നദിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അടുത്തടുത്ത് തന്നെ ഈ നദിയുമായി ചേർന്നിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളും ചെറിയ ചെറിയ വീടുകളുമുണ്ട്, അവർക്കൊക്കെ ബോട്ടുകളുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആളപായം സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കാണുകയും രക്ഷപ്പെടുത്താനും സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് മാഹിനും കൂടെയുള്ള 2 പേര് രക്ഷപ്പെട്ടത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ ആരെങ്കിലും പെടുമ്പോൾ അത് ഏത് ജാതി, ഏത് മതം, എവിടെ വെച്ച് എന്നുള്ളതല്ല വിഷയം. ആര് തന്നെ ആയിരുന്നാലും അവർ നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഇപ്പൊ മാഹിനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരുന്നതാണ്. ഇനി ആരും ഒന്നും പറഞ്ഞു തരുന്ന ആളല്ല എന്ന് കൂട്ടിക്കോളൂ. ഒരു ഉപകാരവും ഇല്ലാത്ത ആളാണെങ്കിൽ കൂടി അവന്റെ ജീവൻ അല്ലെങ്കിൽ അവന്റെ ജീവിതം എന്തിനാണ് നമ്മൾ അവരെ അവഹേളിക്കാൻ നിൽക്കുന്നത്? എന്തിനാണ് അതുകൊണ്ട് എന്താ കിട്ടുന്നത്? ഇവിടെ വലിയൊരു വിഭാഗം മാഹിനെ അവഹേളിക്കാൻ നിൽക്കുന്നത് കൊണ്ട്, അതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം പറഞ്ഞുള്ള വീഡിയോ, അത് മുസ്ലിമിന്റെ മാത്രമല്ല, ആരെങ്കിലും ചെയ്യുന്ന വീഡിയോയിൽ അതിന്റെ താഴെ ചില മുസ്ലിം പേരുകാരനും വന്ന് കമന്റ് എഴുതാറുണ്ട് ഇമാതിരി. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൂടുതൽ കാണുന്നത് സംഘപരിവാർ, RSS, BJP ആണ് ഞങ്ങൾ എന്ന് ദ്യോതിപ്പിക്കുമാറ് അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ്. ഒരു സംഖ്യ ലുക്കുള്ള കമന്റുകളാണ്. അതിൽ ചില പ്രൊഫൈലുകളിലൊക്കെ ഞാൻ പിടിച്ചു പോയിട്ടുണ്ട്. കാരണം ഇവിടെ എഴുതിയിട്ടുള്ള അതേ പ്രൊഫൈൽ മറ്റു പലയിടങ്ങളിൽ പോയി നോക്കുമ്പോൾ കട്ട സഖാവായി അവിടെ പ്രതികരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുമുണ്ട്. അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തിനേയും
ചീത്ത വിളിക്കാനും മറ്റുമായി ഉപയോഗിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, എന്റെ ഇൻബോക്സിലേക്ക് വന്നിട്ടുള്ള ഒരു തെറി, ആ തെറിയുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മൊത്തം ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് അത് ബന്ധപ്പെട്ട അതോറിറ്റിയുമായി ഞാനൊന്ന് ബന്ധപ്പെട്ടു. ബാക്കി ഇനി അവർ പൊയ്ക്കോളും, ഞാൻ വിട്ടു. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ദീപക് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. അയാളൊരു മോശം കാണിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനെ ആസ്വദിച്ചുകൊണ്ട് മറ്റേയാൾ വീഡിയോ ചെയ്തു. ഇത് രണ്ടും ഇവിടെ നടന്നു. അതുപോലെ നമുക്കെതിരെ ആരെങ്കിലും സോഷ്യൽ മീഡിയ ഇൻബോക്സിൽ വന്ന് തെറി വിളിക്കുമ്പോൾ നമ്മൾ അവരെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആള് ചിലപ്പോൾ അതിനുള്ള ആ സമയത്ത് ഒരു ആവേശം കൊണ്ട് തെറി വിളിക്കുന്നത് മറ്റായിരിക്കാം. നമ്മൾ അതിന്റെ പിന്നാലെ പോയി അതിന്റെ നിയമ നടപടികളിലേക്കും മറ്റും പോകുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുമ്പോൾ അവരുടെ നാട്ടിൽ അവർ കുറച്ച് നിലയും വിലയും മാന്യതയും ഉള്ളവരൊക്കെ ആയിരിക്കും, പറയാൻ പറ്റൂല. അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കും. ആ കുടുംബത്തിൽ അവരല്ലാതെ വേറെ ആരും ഇല്ലാത്തൊരു സാഹചര്യം ഉള്ളവരുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വല്ല പോലീസ് കേസിലോ മറ്റോ പെടുത്തി കഴിഞ്ഞാൽ അവരെ വന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ അതോടുകൂടി കഴിഞ്ഞു. ആ കുടുംബത്തിന്റെ കണ്ണുനീർ ഇതൊന്നും കാണാൻ വയ്യാതെ അവർ ചിലപ്പോൾ കയറെടുത്തുനിന്ന് വരും. അതായത് സോഷ്യൽ മീഡിയ പേജുകളിലെ ഒരു കമന്റ് പോലും ഓരോരുത്തരുടെ ജീവൻ എടുക്കാൻ പ്രാപ്തമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ ഫേസ്ബുക്കിലെ വീഡിയോകളുടെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾക്കറിയാം അത്രത്തോളം കട്ടത്തെറികളാണ്. എന്റെ മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും പെങ്ങന്മാരെയും ഒക്കെ വിളിച്ചുകൊണ്ടാണ് അവർ തെറി വിളിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവർക്കും ഉണ്ട് എന്ന് അവർ ചിന്തിക്കണം. ഇപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കമന്റ് കണ്ടു. വല്ലാത്ത ജാതി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക, ഗർഭിണിയായ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്ത ഒരു വീഡിയോ, ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ്, വളരെ മോശം ഒരു കമന്റ്, ഞാൻ ഇതിലൂടെ പറയുന്നില്ല, വളരെ മോശം കമന്റ്. പക്ഷെ ആ ഒരു മാർഗത്തിലൂടെയാണ് അയാളും ജനിച്ചിട്ടുള്ളത് എന്നത് അയാൾ ഓർക്കണില്ല, മനസ്സിലാകുന്നില്ല. അപ്പോ അത്തരത്തിൽ മാനസികമായി വികലതയുള്ള ചിലർ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അവർ ജാതീയമായിട്ട് തങ്ങൾക്ക് രുചിക്കാത്ത ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പറയുന്നവരുമുണ്ട്. ഇനി അതല്ലെങ്കിൽ എന്തിനു കിട്ടിക്കഴിഞ്ഞാലും ഏത് രീതിയിലും ആക്ഷേപിക്കണമെന്ന് വിചാരിക്കുന്ന മനോരോഗികളുണ്ട്. ഇത്തരത്തിലുള്ള മനോരോഗികൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. അത് അപകടമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മാഹീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ യാത്ര ചെയ്യുന്നു, അയാൾക്ക് കഴിയുന്ന വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു, അയാൾ സന്തോഷകരമായ കാര്യങ്ങളെ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്, അയാൾക്ക് അതൃപ്തിയുള്ള കാര്യങ്ങളും അയാൾ പറഞ്ഞു തരുന്നുണ്ട്, അയാൾക്ക് അനുഭവിക്കുന്ന സകല അനുഭവങ്ങളും അയാൾ കലർപ്പില്ലാതെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇപ്പൊ ഒരു അപകടം സംഭവിച്ചപ്പോ അത് നമുക്ക് പറഞ്ഞു തന്നു. അത് സത്യമാണ്. കാര്യം ആമസോൺ എന്ന് പറഞ്ഞാൽ ആ പുറമെ കാണുന്ന പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയല്ല. അതിന്റെ നിഗൂഢതകളിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് അതിന്റെ ആഴങ്ങളിൽ. കാരണം ഒരു വനത്തിലൂടെ, പൂർണ്ണമായ വനത്തിലൂടെ ഒഴുകി വരുന്നതാണ്. അതുകൊണ്ട് വൻ മരങ്ങൾ ആ മാഹീൻ സഞ്ചരിച്ച ആ യാത്രയിൽ ആ തീരത്തുകൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തീരം ഇടിഞ്ഞിട്ടുള്ളത്. അതായത് ആമസോൺ റിവറിന്റെ വീതി കൂടി വരികയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തീരത്തുള്ള മരങ്ങളും മറ്റുമെല്ലാം ഒഴുക്കിൽപ്പെട്ട് ഇതിന് താഴെ അടിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ സഞ്ചരിക്കുന്നുണ്ടാവും. അതിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ ആ മരത്തിന്റെ അടിയിലൂടെ ആയിരിക്കും ഈ ചങ്ങാടം എടുക്കുന്നത്. അത് തന്നെയാണ് മാഹീന് സംഭവിച്ചത്. ഏതായാലും വലിയ ദുരന്തം ഒഴിവായി കിട്ടി, ജീവനോടെ കിട്ടി. ബാക്കിയൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഗോപ്രോയും നമുക്ക് വാങ്ങാം, മൊബൈലും വാങ്ങാം, ക്യാമറയും വാങ്ങാം, പാസ്പോർട്ടും ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും പൂർണ്ണ ആരോഗ്യത്തോടെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അയാളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് പൂർത്തിയാക്കി തിരിച്ചു വരട്ടെ. ഈ വീഡിയോ മാഹിൻ കാണുമല്ലോ എന്ന് എനിക്കറിയില്ല. മാഹിൻ ഈ വീഡിയോ കാണുമെങ്കിൽ, മാഹിന് ഞാൻ വീഡിയോന്റെ ലിങ്ക് ഇടുന്നുണ്ട്, മാഹിൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മാഹിനോട് ഒരു കാര്യം പറയാനുള്ളത്, മാഹിൻ ആമസോൺ റിവറിലൂടെ എന്തായാലും ഒരു യാത്ര ചങ്ങാടത്തിൽ താൻ നടത്തുമെന്ന് കഴിഞ്ഞ ലൈവിൽ പറയുന്നത് കേട്ടു. ആ ശ്രമം അങ്ങ് ഉപേക്ഷിക്കുക. എല്ലാം നമുക്ക് ആകാം, ആവേശമാകാം, ചില കാര്യങ്ങൾ സാഹസ്യമാകാം, എല്ലാം ആകാം. പക്ഷെ മനഃപൂർവ്വം നമുക്ക് അപകടം ഉണ്ടാകും, നമുക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ഒരു നില വന്നാൽ അത് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചലഞ്ച് ചെയ്ത് ഇറങ്ങരുത്. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എവറസ്റ്റിന്റെ മുകളിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് പലരും ഇതുപോലെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയത് കേട്ടുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഇന്ന് എവറസ്റ്റ് ആരും കീഴടക്കില്ലായിരുന്നു. അത് അങ്ങനെയല്ല. അത് കൃത്യമായ ഒരു വഴി കണ്ടെത്തിയാൽ മതി. ആമസോണിലൂടെ ചങ്ങാടത്തിൽ തന്നെ പോകണം എന്നതാണ് ഇവിടുത്തെ വിഷയം. ചങ്ങാടം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, കാരണം അതിന്റെ ആഴങ്ങളിൽ അപകടം പതിയിരിക്കുന്നുണ്ട്. ഏതാണ്ട് 10-30 ദിവസമെങ്കിലും 45 ദിവസം കൊണ്ട് നമ്മൾ സഞ്ചരിക്കണം. 300 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ആ സഞ്ചാരം പൂർത്തിയാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഒരു ബോട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ഓരം ചേർന്നാണ് അവർ പോകുന്നത്. അവർക്ക് അവിടെ വലിയ തടസ്സങ്ങളില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒഴുക്ക് കുറവാണ്, ആ ഭാഗത്ത് ഒഴുക്ക് കുറവാണ്. അതാണ് അങ്ങനെ പോകാൻ കാരണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട്
ആ യാത്രയിൽ മാഹീന് വേണ്ടപ്പെട്ട ആൾക്കാരും ചേർന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൂ, നല്ലതാണ്. പക്ഷെ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരൊറ്റ തവണ നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടുന്നത് പരമാവധി ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ള അത്രയും കാലം നമുക്ക് ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയണം. അല്ലാതെ നമ്മളായിട്ട് കൊണ്ട് ഇത് തലവെച്ചു കൊടുത്ത് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത്. അതിന് ധീരത എന്നല്ല പറയാ, അതിന് നമുക്ക് അബദ്ധം അല്ലെങ്കിൽ വിവരക്കേട് എന്നേ പറയാൻ പറ്റൂ. ആ വിവരക്കേടിന് മാഹിൻ നിൽക്കരുത്. ആമസോൺ റിവർ പോലെയുള്ള റിവറിലൂടെയുള്ള ചങ്ങാടത്തിലെ യാത്ര, നമ്മുടെ കൊല്ലത്ത് ഇത്തിക്കര ആറ്റിലൂടെ പോകുന്ന ആ പുഴയിലൂടെ പോകുന്ന ഒരു സുഖമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. വലിയ അപകടം ഉണ്ട്, അത്രത്തോളം ദുരന്തങ്ങളുണ്ട്. ഇനി അഥവാ രക്ഷപ്പെട്ട് കയറിയാലും മാഹിൻ പറഞ്ഞ കാടുകളെ അറിയാലോ, ആമസോൺ കാടുകൾ എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ കാടുകളല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ചില വീടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സുഖം ഓക്കെ, അവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ എങ്കിലും വളരെ ദുരന്തം പതിയിരിക്കുന്ന അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്ന അത്തരം യാത്രകൾ നമുക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള യാത്രകൾ ഒഴിവാക്കി യാത്ര ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ തെരുവിളിക്കാൻ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന മാന്യ സഹോദരങ്ങളോട്, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കാണിക്കുന്നു, മറ്റുള്ളവർ അവരുടെ സ്വഭാവം കാണിക്കുന്നു. നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ജീവിത രീതികളും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളുമാണ് നിങ്ങളുടെ വാക്കുകളിലൂടെയും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും പുറത്തു വരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. Different angles. Don't forget to subscribe and support this channel.